ചെങ്ങൈമാർ എങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പാട് കിച്ചണിൽ പോയി നല്ല ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ സുലൈമാക്ക പറഞ്ഞ് ഉമ്മറട്ടിയ സ്റ്റോറിൽ കുറച്ച് ഈത്തപ്പഴം പേര് ഏതാണ്ട് അവിടെ പോയപ്പോൾ നമ്മൾ കരിമ്പോ ഈത്തപ്പഴമൊക്കെ തരം തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പണി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷാഫിയാക്കൊക്കെ റൂട്ടുകളൊക്കെ കാണിച്ചു കൊടുക്കുക. വലിയ ഫാമിലി ആയതുകൊണ്ട് കുറെ വീടുകളൊക്കെ കാണിച്ചു കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ വീട്ടിലും പോയി ഇറങ്ങി അവിടെ പോയാലും ഇവിടെ പോയാലും ഒക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം വീട്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ കുറച്ചേരം ഫോൺ മത്സ്യന്ന് അപ്പോഴാണ് ബാബാന്റെ ഒരു വിളി, ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളിയിൽ പോവല്ലേ. അങ്ങനെ ബാബാനും കയറ്റി നേരെ വിട്ട് പള്ളിക്കൊക്കെ അനുസ്കാരം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കൽ എങ്ങനെ നമ്മൾ ഒറ്റ കെടുത്താട്ടോ. വൈകിട്ടുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലാൻഡറി പോകണം, എന്നിട്ട് നമ്മൾ ആടിനെ കൊണ്ടുവരാൻ പോകണം കേട്ടോ. സാപ്പിയൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കി പുതപ്പും വെച്ച് നേരെ വിട്ട് നമ്മളെ ലാൻഡറിക്ക് അവിടെ പുതപ്പും കൊടുത്ത് നമ്മളെ പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയതിന് ശേഷം നേരെ വിട്ട് നമ്മളെ അലിഹേർക്ക് അവിടെ പോയിട്ട് നമ്മൾ ആട് വാങ്ങാണ്ടായിരുന്ന. പിന്നെ മാറൂഫ് ഉണ്ടായിരുന്നിട്ടാ. ഞങ്ങൾ മൂന്നാളും നാട്ടുവർത്താനൊക്കെ പറഞ്ഞു പോയി. നേരെ അലിഹേർ എത്തിയപ്പോൾ പെട്രോൾ കമ്മിയായിട്ടുണ്ടായിരുന്നു. അത് അടിക്കാൻ നിന്ന് ചിപ്പായോണ്ട് പിന്നെ ആരോട് ചോദിക്കൊന്നും വേണ്ട. നേരെ പെട്രോൾ അടിച്ചതിന് ശേഷം നേരെ വിട്ട് തോട്ടത്തേക്ക് പോകുമ്പോൾ കാഴ്ചയോളം നോക്കി വേറെ ലെവലിട്ടായി. അവിടെ എത്തിയപ്പോൾ നമ്മളെ ഭായിമാരുടെ സൗകര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് എന്നിട്ട് അവരോട് പറഞ്ഞ് 4 ആടിനാണ് എടുത്തോട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തപ്പിപ്പൊടിച്ച് പോടി ചാടി കളിച്ച് 4 ആടിനാണ് നമ്മൾ വണ്ടിക്കാണ് വെച്ചെന്നിട്ട് അവർക്ക് പൈസ കൊടുക്കാനുള്ള പരിപാടിയാണ്. അവർ പിന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ നോക്കി നിന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഭായിമാരാണ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മളെ ഭായിമാർ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആടുകളൊക്കെ കാണാൻ എന്ത് രസമെന്നായിരുന്നു. അങ്ങനെ അവർക്ക് പൈസ കൊടുക്കാനുള്ള പരിപാടി. പൈസയും കൊടുത്തതിന്റെ ശേഷം ആടുകളൊക്കെ നല്ലപോലെ കെട്ടിന്റെ ശേഷം നമ്മൾ അവിടുന്ന് നേരെ വിട്ട് നമ്മളെ ചെക്കന്റെ തോട്ടത്തേക്ക് അവിടെ 3 ആടിനെ ഇറക്കിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ. അവിടെ എത്തിയതിന്റെ ശേഷം നമ്മളെ ബായിനോട് സൗകര്യങ്ങളൊക്കെ ചോദിച്ചു തരുന്നതിന്റെ ശേഷം നമ്മളെ ബായി മൊത്തം ആടിനെ ഇറക്കിയിട്ട് അതിന്റെ ഇടയിൽ സാപ്പിയാക്കണ്ട് നമ്മളെ തല്ലൂടണം ആടിനേറ്റ് വല്ലാത്ത ആടിനെ 3 അവിടെ ഇറക്കിയതിന്റെ ശേഷം നേരെ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ മറ്റേ ആടിനെ ഇറക്കിയതിന്റെ ശേഷം ആടിനൊക്കെ ഇറക്കിയതിന്റെ ശേഷം ടൈം നോക്കിയപ്പോൾ ഉണ്ട് ബാങ്ക് കൊടുക്കാനായിക്കണം. അപ്പൊ ബാബാന് വണ്ടി സ്റ്റാർട്ടാക്കി ബാബാന് കയറ്റി നേരെ വിട്ട് പള്ളിക്കൊക്കെ അനുസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് മാമ വിളിച്ചിട്ട് പറഞ്ഞു മുരട്ടിയെ ലഭം വാങ്ങി കൊണ്ടുവരാൻ. അങ്ങനെ മാമാരത്തും പൈസയും വാങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ട് സഫീർക്ക്. അപ്പൊ എത്തുള്ള വീഡിയോ അടുത്ത് നോക്കാത്തുക. ഓക്കെ ബൈ.